ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. രാമേശ്വരം സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടുത്തെ വർക്കുകളൊക്കെ എവിടെ വരെ ആയി എന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ ഒന്ന് തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ഏകദേശം 17 കോച്ചുകൾ വരെ ഒക്കുപ്പൈ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. മോസ്റ്റ്ലി ചെറിയ വണ്ടികൾ അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിൻസൊക്കെ ആയിരിക്കും ഈ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരിക. 2-ാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. അവിടെ ഏകദേശം 23 കോച്ച്, അതായത് 22-23 കോച്ചുകൾ കൊള്ളുന്ന തരത്തിലാണ് 2-ാമത്തെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. 3-4 പ്ലാറ്റ്ഫോമുകൾ ഇതിനപ്പുറത്തായിട്ടാണ്. അവിടെ നമ്പറിംഗ് പ്രകാരം 26-ഉം 27-ഉം കോച്ചുകൾ വരെ പിടിക്കാം. അതുപോലെ നമ്പർ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങപ്പുറത്തായിട്ട് നിങ്ങൾ കാണുന്നത് രാമേശ്വരത്ത് പിറ്റ് ലൈനിൽ മെയിൻ്റനൻസിലിരിക്കുന്ന നമ്മുടെ കന്യാകുമാരി രാമേശ്വരം തിരുപ്പതി ട്രെയിനിൻ്റെ റേക്കാണ്. അപ്പോൾ അത് ഇന്ന് രാവിലെ, അതായത് ഇന്ന് 31-ന് രാവിലെയാണ് പാമ്പൻ പാലം ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പിറ്റ് ലൈനിൽ അത് മെയിൻ്റനൻസിലാണ്. നിങ്ങൾക്ക് കാണാം അങ്ങ് പിറ്റ് ലൈനിൽ ഇത് 19 കോച്ച് ഉള്ളൊരു വണ്ടിയാണ് പിറ്റ് ലൈനിൽ കിടക്കുന്നത്. അതിൻ്റെ പുറകിലോട്ടും ഇഷ്ടംപോലെ നീളമുണ്ട് പിറ്റ് ലൈനിന്. സോ ഫുൾ റേക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പിറ്റ് ലൈൻസാണ് രാമേശ്വരത്ത് ഇപ്പോൾ ഉള്ളത്. പിന്നെ ആ സൈഡിലായിട്ടാണ് നമ്മുടെ IOH ഷെഡ്. അവിടെ ആ ബിൽഡിംഗ് കാണുന്നതിൻ്റെ പുറകിലായിട്ട് IOH ഷെഡ് രാമേശ്വരം ഉണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ നേരത്തെ എടുത്തിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാനുള്ള ത്രാണിയില്ല. പോയി വല്ല ആഹാരമൊക്കെ കഴിക്കണം. ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ്. ഇപ്പം വെളുപ്പിനെ നമ്മുടെ പാലത്തിൽ കൂടെ പുതിയ ട്രെയിൻ ആദ്യമായിട്ട് പോകുന്നതും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് നമ്മൾ പിറ്റ് ലൈനിൽ ആ വണ്ടി കിടക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒന്ന് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് പാമ്പൻ പാലത്തിലോട്ട് തന്നെ പോകണം. പിന്നെ ഈ 5-ാമത്തെ പ്ലാറ്റ്ഫോം പണിയാനുള്ള സ്ഥലം അപ്പുറത്തുണ്ട്. അപ്പോൾ അത് അവർക്ക് പണിയാൻ പ്ലാൻ കാണണം. കാരണം രാമേശ്വരം നല്ല ബിസി ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ 5 പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഏകദേശം 23, അതായത് ഫുൾ റേക്ക് തന്നെ കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും വന്നാൽ 5-ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതാണിപ്പം രാമേശ്വരം സ്റ്റേഷനിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഇവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഷെൽട്ടർ പണിയുന്ന ജോലികളും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മെയിൻ എൻട്രൻസ് അങ്ങ് ആ എൻഡ് കഴിഞ്ഞിട്ടാണ്. അവിടെ കുറച്ച് ദൂരെയായിട്ട് വർക്ക് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. രാമേശ്വരം എന്നുള്ള മഞ്ഞ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ അവിടെയാണ്. അതോടൊപ്പം തന്നെ മെയിൻ എൻട്രൻസ് അവിടെ നിന്നാണ്. ഏകദേശം നമ്മുടെ കന്യാകുമാരി സ്റ്റേഷൻ പോലെ തന്നെ. അതായത് ആ സൈഡിൽ നിന്ന് എൻട്രി നടത്തി നമുക്ക് ഈ ഫുൾ പ്ലാറ്റ്ഫോം വഴി നടന്നു വേണം ട്രെയിനുകളിലേക്ക് കയറാനായിട്ട്. അല്ലാതെ ഫുട് ഓവർ ബ്രിഡ്ജുകളൊന്നും തന്നെ ഈ സ്റ്റേഷനിലില്ല. ടെർമിനൽ സ്റ്റേഷനാണ്. ഇവിടെ വന്ന് റെയിൽവേയിൽ തീരുകയാണ്. തൊണ്ട നല്ല പ്രശ്നമുണ്ട്, നല്ല കഫക്കെട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊന്ന് പതറിപ്പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ, ഞാൻ IOH ഷെഡ്, അതായത് കോച്ചുകളുടെയൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഷെഡ് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങായിട്ട് ലോക്കോ കിടപ്പുണ്ട്. ഈ ട്രെയിനിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ലോക്കോ പിറ്റ് ലൈനിൽ റേക്കിൻ്റെ കൂടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് IOH ഷെഡ് എന്ന് പറയും. ആ നീല ബിൽഡിംഗ് ഉണ്ടോ? ആ നീല ബിൽഡിങ്ങാണ് IOH ഷെഡ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കോച്ചുകളുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഡിപ്പോയാണ്. ഇതിൻ്റെ അകത്താണ് കോച്ചുകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത്. ഇവിടെ രാമേശ്വരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് വണ്ടികൾ കാണും. അതുകൊണ്ട് തന്നെ അവിടെ കോച്ചിങ് ഡിപ്പോയും ഉണ്ട്. ഇത് RRI ക്യാബിനാണ് രാമേശ്വരം. അതായത് നമ്മുടെ സിഗ്നലിംഗ് SM ഒക്കെ ഇവിടെ നിന്നായിരിക്കും ട്രെയിനുകൾക്ക് പോകാനുള്ള സിഗ്നലുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ആ വീഡിയോ എടുത്തത്. ഈ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് വെളുപ്പിനെ ഏകദേശം ഒരു 6 മണി സമയത്ത് മണ്ഡപം സ്റ്റേഷനിൽ എത്തിയ കന്യാകുമാരി രാമേശ്വരം വണ്ടിയുടെ MT റേക്ക്, അതായത് ഞാൻ ഉൾപ്പെടെ ആ വണ്ടിയിൽ യാത്ര ചെയ്ത് വന്ന യാത്രക്കാരെ മണ്ഡപം സ്റ്റേഷനിൽ ഇറക്കിയ ശേഷം MT ആയിട്ട് ആ ട്രെയിന് രാമേശ്വരം സ്റ്റേഷനിലെ പിറ്റ് ലൈനിലേക്ക് മെയിൻ്റനൻസിന് വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, അതേപോലെ തന്നെ പാസഞ്ചർ ട്രാഫിക് ഇതുവരെയും ആ റൂട്ടിൽ ആരംഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ കാലി വണ്ടി കൊണ്ടുപോകുന്നത്. ഈ മുന്നിൽ കാണുന്നത് പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പൻ റോഡ് ബ്രിഡ്ജിലാണ്.
അപ്പോൾ നമുക്ക് ഈ പാമ്പൻ പാലം വഴി, പാമ്പൻ റെയിൽ ബ്രിഡ്ജ് വഴി വരുന്ന വണ്ടികളുടെ മനോഹരമായ ഫോട്ടോകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സ്പോട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാലത്തിൻ്റെ മുകളിൽ നിന്ന്, റോഡ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു, ഈ ഒരു വണ്ടിയുടെ പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ ആക്ച്വലി കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ ഈ രാമേശ്വരം വരെ വരുന്ന വണ്ടിയിലാണ് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞാണ് അറിഞ്ഞത് ഇതേപോലെ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ പാലമൊക്കെ ഉയർത്തി ആ പാലത്തിനടിയിൽ കൂടെ കപ്പൽ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ രാവിലെ വെളുപ്പിനെ ഞാൻ ആ ട്രെയിനിൻ്റെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ കുറച്ച് മീഡിയ ആളുകളെ കണ്ടു. പത്രക്കാർ കുറേ ഉണ്ട്. ANIയുടെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, അങ്ങനെ ദിനമലർ, തമിഴ്നാട്ടിലെ കുറച്ച് മീഡിയക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാണ് ബാക്കി വിവരങ്ങൾ കിട്ടിയത്. അങ്ങനെ ഫുൾ ഡേ അവിടെ തന്നെ അങ്ങ് തുടരാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പാലം പൊക്കുന്നതിൻ്റെ ഒരു ഫാസ്റ്റ് ഫോർവേഡായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. കപ്പൽ വരുന്ന സമയത്ത് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പാലം ഉയർത്തിയിട്ടായിരിക്കും അതിനടിയിൽ കൂടെ കപ്പൽ പോകുന്നത്. റെയിൽവേ അറേഞ്ച് ചെയ്ത ഒരു ഡ്രോണാണ് ആ മുന്നിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ കപ്പൽ വരുന്ന സമയത്ത് ഇതേപോലെ ഇവർക്ക് നേരത്തെ ഇൻറ്റിമേഷൻ കൊടുക്കും. പഴയ പാലം എന്ന് പറയുന്നത് മാനുവലാണ് ഓപ്പറേഷൻ. പുതിയ പാലം എന്ന് പറഞ്ഞാൽ മാനുവൽ അല്ല, അത് മോട്ടറൈസ്ഡ് ആണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പൽ പാലത്തിനടിയിൽ കൂടെ പോകുന്നതാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഈ കപ്പലായിരുന്നു ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട്, അതായത് കപ്പൽ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് പാലത്തിനടിയിലൂടെ പോയത്. അങ്ങനെ ആ ട്രയൽ റണ്ണിന് ശേഷം വീണ്ടും അവർ പാലം താഴ്ത്തി. അതിനുശേഷം ഒരു ഡ്രൈ റൺ ഉണ്ടായിരുന്നു. ഡ്രൈ റൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ പാലം തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു ട്രയൽ, അതായത് ആ ഒരു ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ആ പാലത്തിൻ്റെ റോഡ് ബ്രിഡ്ജിൻ്റെ നടുക്കായിട്ട് അവരൊരു സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഉദ്യോഗസ്ഥർ കൊടിയൊക്കെ വീശി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ അടുത്ത് തന്നെ ഇതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള ട്രയൽ റൺ ആയിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ മണ്ഡപം സ്റ്റേഷനിലെത്തിയ ബോട്ട് മെയിൽ, അതായത് 1675-152 നമ്മുടെ രാമേശ്വരത്ത് നിന്ന് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന ബോട്ട് മെയിൽ എക്സ്പ്രസിൻ്റെ MT റേക്കാണ് ഈ കാണുന്നത്. അത് നമ്മുടെ മണ്ഡപം സ്റ്റേഷനിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് റിവേഴ്സലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വീഡിയോയും നമ്മൾ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നിങ്ങൾ കാണുന്നത് ബോട്ട് മെയിലിൻ്റെ MT റേക്ക് നമ്മുടെ രാമേശ്വരം സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. ഇത് ഏകദേശം ഉച്ചയായിരുന്നു, 1 മണി സമയത്താണ് ഈ റേക്ക് അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ടൊരു 3/4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ സെയിം റേക്ക് പിന്നെയും തിരിച്ച് മണ്ഡപം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നല്ലൊരു ദിവസമായിരുന്നു. പാമ്പൻ പാലത്തിലൂടെ 4 വണ്ടി, അതായത് 2 വണ്ടി രാമേശ്വരം ഭാഗത്തേക്കും 2 വണ്ടി തിരിച്ച് മണ്ഡപം ഭാഗത്തേക്കും പോകുന്ന വീഡിയോസ് പകർത്താൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാമേശ്വരത്തേക്ക് പോയ നമ്മുടെ ബോട്ട് മെയിലിൻ്റെ റേക്കിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. തിരിച്ചു വന്ന വഴിക്കും ഇതേ രീതിയിൽ അവർ ട്രെയിനിനെ പാലത്തിന് മുന്നേ ആയിട്ട് നിർത്തിയിട്ട് കൊടിയൊക്കെ വീശി കാണിച്ച് ട്രയൽ റൺ പോലെ തന്നെയാണ് ഈ രാമേശ്വരത്ത് നിന്ന് മണ്ഡപത്തിലേക്കുള്ള യാത്രയും അവർ നടത്തിയത്. പാലത്തിന് മുന്നിലായിട്ട് ട്രെയിൻ കുറച്ച് നേരം നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ മുന്നോട്ട് നീങ്ങിയത്. WDP-4D ആയിരുന്നു എല്ലാ വണ്ടികളുടെയും ലോക്കോ എന്ന് പറയുന്നത്. നമ്മുടെ GOC ഷെഡിലെ GOC ഗോൾഡൻ റോക്ക് എന്ന് പറയും. GOC ഷെഡിലെ WDP-4D ലോക്കുകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയ റേക്കുകൾക്ക് കരുത്ത് പകർന്നിരുന്നത്. ഇവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ വിശേഷങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, പാലം ഒരു സെപ്പറേറ്റ് പ്രൊജക്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ പാലത്തിലെ ഇലക്ട്രിഫിക്കേഷൻ അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റഡ് ഇൻ ദ സെൻസ് സപ്ലൈ എത്തില്ല, കാരണം രണ്ട് എൻഡും ഐസൊലേറ്റഡ് ആണ്. രണ്ട് എൻഡിലും പണി തീർത്ത് വെച്ചിട്ടുണ്ടെന്നല്ലാതെ കറണ്ട് കൊടുക്കാനുള്ള മാർഗ്ഗങ്ങളില്ല. അതിനുശേഷം ഏകദേശം ഞാൻ നമ്മുടെ രാമേശ്വരത്തോട്ട് ബസ്സിൽ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോൾസ് വന്നതായിട്ട് കണ്ടു. അതേപോലെ തിരിച്ച് നമ്മൾ രാമനാഥപുരത്തേക്കുള്ള റൂട്ടിൽ കുറച്ച് ഭാഗങ്ങളിൽ ഉച്ചിപ്പുളി അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിൽ ഇലക്ട്രിഫിക്കേഷൻ നടന്നതായിട്ട് കണ്ടു. പിന്നെ ഇടയ്ക്കൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഈ INS പരുന്ത് എന്ന് പറയുന്നൊരു നേവിയുടെ ഒരു ബേസ് ഉണ്ട്, അവരുടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ആ എയർ സ്ട്രിപ്പിൻ്റെ അടുത്ത് ഇലക്ട്രിഫിക്കേഷൻ അവരെന്തോ ഡിസ്പ്യൂട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ റെയിൽവേ ലൈനെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി റെയിൽവേ ലൈൻ അലൈൻമെൻറ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ ഈ പറയുന്ന നേവി കെട്ടിവെക്കണം. അത് കെട്ടിവെക്കുന്നത് വരെ നിലവിലെ സ്ഥലത്ത് റെയിൽവേക്ക് ഇലക്ട്രിഫിക്കേഷൻ നടത്തി ട്രെയിനുകൾ ഓടിക്കാനുള്ള ധാരണയായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇലക്ട്രിഫിക്കേഷൻ ഉടനെ തന്നെ നടക്കും. എന്നാലും ആദ്യ ഘട്ടത്തിൽ വണ്ടികൾ ഓടി തുടങ്ങുമ്പോൾ ഇവിടെ ഡീസൽ എഞ്ചിനുകൾ തന്നെയായിരിക്കും. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ കഴിയുന്ന മുറയ്ക്ക് ഇതുവഴി നമുക്ക് ഇലക്ട്രിക് ട്രെയിനുകളുടെ ഓട്ടവും കാണാൻ സാധിക്കും. പിന്നെ നിലവിൽ രാമനാഥപുരം സ്റ്റേഷൻ വരെയാണ് ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതിനിപ്പുറം ചെറിയ സ്ഥലങ്ങളിൽ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റൂട്ടിലെ ഇലക്ട്രിഫിക്കേഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്. ഇപ്പോൾ ഈ അവസാനമായി എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. അതായത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. ഈ ഒരു വീഡിയോയിൽ വരുന്ന വണ്ടി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മീനാക്ഷി എക്സ്പ്രസ് ആണ്. അതായത് കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് വരുന്ന റേക്ക് മെയിൻ്റനൻസിന് ശേഷം രാമേശ്വരത്ത് നിന്ന് തിരുപ്പതിക്ക് പോകുന്ന ട്രിപ്പാണ് മീനാക്ഷി എക്സ്പ്രസ് എന്ന് പറയുന്നത്. രാമേശ്വരത്ത് നിന്ന് മധുര വഴിയാണ് നമ്മുടെ മീനാക്ഷി എക്സ്പ്രസ് തിരുപ്പതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ പിറ്റ് ലൈനിലേക്ക് മെയിൻ്റനൻസിന് പോയ റേക്ക് തിരിച്ച് മണ്ഡപം സ്റ്റേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 4 മണിയോട് അടുപ്പിച്ചാണ് റേക്ക് പാസ് ചെയ്തത്. 4:45-നാണ് മീനാക്ഷി എക്സ്പ്രസ് മണ്ഡപം സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം രാമേശ്വരത്തെ പിറ്റ് ലൈനിലേക്ക് വീണ്ടും തിരിച്ചെത്തിയ ഒരു ട്രെയിനായിരുന്നു ഈ പറയുന്ന നമ്മുടെ കന്യാകുമാരി രാമേശ്വരം തിരുപ്പതി ട്രിപ്പുകൾ ഓടുന്ന ഈ പറഞ്ഞ മീനാക്ഷി എക്സ്പ്രസ്സും ആയിട്ടുള്ള റൈഡ് ഷെയറിംഗ് നടക്കുന്ന ട്രെയിന്. അപ്പോൾ രാവിലെ ഏകദേശം 7:30 മണിയോടെ പിറ്റ് ലൈനിൽ കയറിയ വണ്ടി 3 മണിയോടുകൂടി പിറ്റ് ലൈനിൽ നിന്ന് റിലീസ് ചെയ്ത് നേരെ മണ്ഡപം സ്റ്റേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഇവിടുന്ന് ഞാനൊരു ബസ് പിടിച്ച് നേരെ മണ്ഡപം സ്റ്റേഷനിലെത്തി. അവിടെ 3 ട്രെയിനുകൾ 3 ട്രാക്കിലായിട്ട് എഞ്ചിനുമായി കിടക്കുന്ന ഫോട്ടോ, അത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഇതേ വണ്ടിയിൽ ഞാൻ മധുര വരെ പോയി. പിന്നെ തിരിച്ച് നമ്മുടെ മധുര പുനലൂരിന് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ.